നമസ്കാരം, സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാലക്കാട് MLA-ക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തിനെതിരെ ദിനേന എന്നോണം വെളിപ്പെടുത്തലുകളോ ശബ്ദശകലങ്ങളോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളോ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുന്നു. കോൺഗ്രസിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയ്ക്കുള്ള പിഴവുകളായാണ് VD സതീശൻ മുതലുള്ള നേതാക്കൾ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ആദ്യഘട്ടത്തിൽ ശരിയാവണ്ണമുള്ള നടപടി സ്വീകരിച്ചത് എന്ന് VD സതീശൻ ഇപ്പോൾ പറയുന്നു. അടുത്ത ഘട്ടത്തിലും ശരിയായ നടപടി തന്നെ സ്വീകരിക്കും. വ്യത്യസ്തമായൊരു പാർട്ടിയാണ്, വേറിട്ട ഒരു കക്ഷിയാണ് കോൺഗ്രസ് എന്ന് പറയിപ്പിക്കുമെന്നാണ് VD സതീശൻ പറയുന്നത്. കോൺഗ്രസിലെ ഇൻസൈഡ് വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഇദ്ദേഹത്തിന്റെ MLA പദവിയിൽ നിന്നുള്ള രാജിക്കും വേണ്ടി കൂടി ഇപ്പോൾ VD സതീശൻ ഫോഴ്സ് ചെയ്യുന്നു എന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇത്തരം ദിനേന എന്നോണം ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ പുറത്തു വരുന്ന ഒരാളെ ചുമന്നുകൊണ്ട് നടക്കുക സാധ്യമല്ല. അത് മുന്നണിയുടെ അധികാര സാധ്യതകളെ തട്ടിത്തെറിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇപ്പോഴും അതിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ അത് പെട്ടെന്ന് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. രാഹുലിന്റെ രാഷ്ട്രീയത്തിലെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. ആരോപണം ഉയർന്നപ്പോൾ തന്നെ ധാർമ്മിക നിലപാട് സ്വീകരിച്ച് അദ്ദേഹം മാറി നിന്നില്ലേ എന്നാണ് ഷാഫി ചോദിക്കുന്നത്. MLA പദം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് CPM-ൽ നിന്ന് ആരെങ്കിലും അങ്ങനെ രാജിവെച്ചിട്ടുണ്ടോ എന്ന് CPM-നോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പൊതുവിടത്ത് നിന്നുള്ള ചോദ്യത്തെ അവഗണിക്കുകയാണ് ഇന്ന് ഷാഫി പറമ്പിൽ ചെയ്തത്. അപ്പൊ ധാർമ്മികത മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിഞ്ഞതെങ്കിൽ അതേ ധാർമ്മികത MLA പദവിക്ക് ഇല്ല എന്നുണ്ടോ? ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, വന്നിട്ടുള്ള പരാതികൾ, അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് ശരിയോ തെറ്റോ, എന്തു വിചാരിക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിൽ മൗനം അവലംബിക്കുകയോ തെന്നിപ്പോവുകയോ ചെയ്യുന്നതാണ് കാണുന്നത്. സത്യത്തിൽ രാഹുൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ അവിടെ MLA പദവിയിൽ, അതോ അദ്ദേഹത്തെ എടുത്തു കളയുമോ? പ്രാഥമിക അംഗത്വത്തിൽ പോലും നിലനിർത്താൻ കഴിയാത്ത വിധം കോൺഗ്രസിന് യോജിക്കാനാവാത്ത ആളായി അല്ലെങ്കിൽ വിപ്രതിപത്തിയുള്ള ആളായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തീപ്പൊരി നേതാവ് മാറിക്കഴിഞ്ഞോ ഈ 48 മണിക്കൂർ സമയം കൊണ്ട്? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് കോൺഗ്രസിൽ നിന്ന് വസന്ത് തെങ്ങുംപള്ളി, വസന്ത് ശ്രീയക്ക്, ഒപ്പം AK ഷാനിബ് DYFയിൽ നിന്ന് NP ചെക്കുട്ടി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം വസന്ത്, ഈ ഉന്നത ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതുതന്നെയാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത്. അപ്പൊ ഈ അദ്ദേഹം ആ ഉന്നത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് MLA പദവിയും ഒഴിയാൻ പോവുകയാണോ വരും മണിക്കൂറുകളിൽ? അല്ല, നോക്കൂ ശ്രീ നിഷാദ്, ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു MLA-ക്കെതിരെ ഒരു പരാതി ഉയർന്നു വരുന്നു. പരാതി എന്നല്ല, ഒരു ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണം ഉയർന്നു വന്ന് ആദ്യത്തെ 24 മണിക്കൂറിൽ തന്നെ പാർട്ടിയുടെ CLP ലീഡർ, PCC അധ്യക്ഷൻ മുതൽ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നു. രാവിലെ 11:30 ആ ദിവസം രാവിലെ 11:30 നിങ്ങളെ കാണുന്ന പാർട്ടിയുടെ CLP ലീഡർ ശ്രീ VD സതീശൻ ഈ വിഷയത്തിൽ അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ നടപടി ഉണ്ടാകുമെന്നൊരു നിർദ്ദേശം പറയുന്നു, അങ്ങനെ ഒരു സൂചന നൽകുന്നു. ഇനി അതിൽ ഞങ്ങൾക്ക് കൂടുതലായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തീവ്രത അളക്കൽ കമ്മീഷനെ വെച്ച് പരാതിക്കാരിയെ അവഹേളിക്കുന്ന നടപടിയിലേക്ക് കടക്കില്ല എന്നും ഞങ്ങൾ കൃത്യമായി പറയുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടം, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം നേരിട്ട് വന്ന് രാജി പ്രഖ്യാപിക്കുകയാണ്. അതിൽ X or Y ചോദ്യങ്ങൾ ഉണ്ടാവാം. അദ്ദേഹം തന്നെയാണോ, എങ്ങനെയും ആയിക്കോട്ടെ, പാർട്ടി കൃത്യമായി അതിനു മുമ്പ് തന്നെ പറഞ്ഞു ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും. അതിനുശേഷം ശ്രീ രാഹുൽ മാങ്കൂട്ടം അത് രാജിവെച്ചു. ആ രാജിവെച്ച ശേഷം അത് പാർട്ടിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് നിലവിൽ പരാതിയില്ലാത്ത, ഞങ്ങളുടെ മുമ്പിൽ പരാതിയില്ലാത്ത, പോലീസിന്റെ മുമ്പിൽ FIR ഇല്ലാത്ത, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഇല്ലാത്ത, ഈ സംസ്ഥാനത്തെ പിണറായി പോലീസിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ പോലീസിന്റെ മുമ്പിൽ പരാതിയില്ലാത്തൊരു കേസിൽ ഞങ്ങൾക്കിനി അടുത്ത ആക്ഷൻ എടുക്കുമ്പോൾ ചാടി എടുക്കാൻ പറ്റില്ല, എടുത്തു ചാടി എടുക്കാൻ പറ്റില്ല. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിലെ ആരോപണ വിധേയൻ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ കൂടി വേർഷൻ ഉണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഞങ്ങളുടെ MLA എന്നുള്ള നിലയിൽ അയാളെ കൂടി കേൾക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പരാതിക്കാരെ കേൾക്കുകയും അയാളെയും കേൾക്കും. അങ്ങനെ രണ്ടാമത്തെ ഘട്ടം ആവശ്യമായ നടപടി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അതാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നതിൻ്റെ ഉത്തരം ഞങ്ങൾ, അതായത് കോൺഗ്രസ് പാർട്ടി, വളരെ കൃത്യമായ വിഷയത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കൂടെ കേൾക്കും.
പരാതിക്കാരുണ്ടെങ്കിൽ അവരെ കൂടി കേൾക്കും. നിലവിൽ ഇന്ന് ദീപാദാസ് മുൻഷിജി പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുമ്പിൽ നിലവിൽ പരാതിയില്ല, പക്ഷെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പരിശോധിക്കും. ആ ആരോപണങ്ങൾ ഞാൻ ചോദിക്കുന്നതാണ്, ഈ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് എടുത്തു കളയുന്നതിന് മുൻപ് അദ്ദേഹത്തെ കേട്ടില്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യഘട്ടത്തിലെ നടപടിയാണ്. ഇതാ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണം ഉയർന്നു വരുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ സർക്കാരിനെതിരായ കൊള്ളരുതായ്കൾ, സ്ത്രീപീഡനങ്ങൾ, സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന പി ശശി, അയാൾ തന്നെ സ്ത്രീപീഡകനായി ഇരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ഞങ്ങൾ വലിയ പോരാട്ടവുമായി തെരുവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ സമാനമായ ഒരു ആരോപണം വന്നാൽ ഏറ്റവും ആദ്യം പ്രഥമ ദൃഷ്ട്യാ എടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ നടപടിയാണത്. അത് എടുത്തു ഈ പാർട്ടി. ഒന്നാമത്തെ നടപടി യൂത്ത് കോൺഗ്രസ് പദവിയിൽ നീക്കലാണോ MLA പദവിയിൽ നീക്കലാണോ? ഒന്നാമത്തെ നടപടി നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യല, നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് പറയാമോ? ഒന്നാമത്തെ നടപടി എന്ന് പറയുമ്പോൾ അത് യൂത്ത് കോൺഗ്രസിന്റെ പദവിയാണ് മാറ്റേണ്ടത് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ നടപടിയായി MLA പദവിയിൽ നിന്ന് ഒഴിയാൻ തീരുമാനിച്ചുകൂടെ? പറ്റില്ല. രണ്ടാണ് കാരണം. ഒന്നാമതായ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നത് സംഘടനാപരമായ നടപടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അയാൾ വഹിക്കുന്ന സംഘടനാ പദവിയുമായി ബന്ധപ്പെട്ടാണ്. അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. 1. 2, MLA സ്ഥാനത്ത് നിന്ന് അയാളെ ഇറക്കി വിട്ടാൽ, നാളെ അയാൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാൽ, അയാളോ ഞാനോ എനിക്കെതിരെ ഒരു ആരോപണം വരുന്നു എന്നിരിക്കട്ടെ, ഞാനൊരു ജനപ്രതിനിധിയാണോ എന്നിരിക്കട്ടെ, ഞാൻ ചോദിക്കുന്ന അഗ്നിശുദ്ധി പോയിന്റ് ഒക്കെ എനിക്ക് മനസ്സിലായി. ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പിലാക്കിയാൽ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല, മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. അതാ ഇപ്പൊ അദ്ദേഹം നിരന്തരമായി വേട്ടയാടപ്പെടുകയാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുകൾ ടാർണിഷ് ചെയ്ത് കഴിഞ്ഞു പരമാവധിയിൽ. അതിന് ആര് വില കൊടുക്കും? നിങ്ങൾ കൊടുക്കോ? അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് അങ്ങനെയാണെങ്കിൽ അല്ല, അതിലാണ് പ്രശ്നം. ഒന്ന്, MLA സ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന വേട്ടയാടലുകൾ പോലെ നമുക്ക് മടക്കി നൽകാൻ പറ്റുന്നതല്ല. വേട്ടയാടലുകളിൽ നമുക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാൻ പറ്റും. നാളെ അയാൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോലും അയാൾക്ക് മനസ്സിലായി. അപ്പൊ നാളെ അയാൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നേക്കാനുള്ള സാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട്. അല്ല, അവിടെയാണ് പ്രശ്നം. ആ കാര്യത്തിൽ വ്യക്തത വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കണം, സെക്കൻഡ് ഫേസ്. ആ സെക്കൻഡ് ഫേസിൽ അയാളെ കേൾക്കണം, പരാതിക്കാരെ കേൾക്കണം, നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളെ കേൾക്കണം. അത് കേൾക്കാതെ ഒരു ആക്ഷൻ എടുക്കാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. ഈ പാർട്ടിക്ക് ഇന്റേണൽ പ്രൊസീജിയർ ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങൾ PK ശ്രീമതിയെയും AK ബാലനെയും തീവ്രത അളന്നിട്ട് വാ എന്ന് പറഞ്ഞു വിടില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള ഭരണഘടനാ പദവിയായ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ആരെയും കൊണ്ട് തീവ്രതയില്ല, അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട എന്ന് പറയില്ല. ആ പണി ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ ഒന്നാമത്തെ പണിയായി ചെയ്തത് അദ്ദേഹത്തിനെതിരായ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ ചുമതലകളിൽ നിന്നും മാറാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം മാറി. അത് ഒന്നാമത്തെ നടപടി. ഇനി രണ്ടാമത്തത് അങ്ങ് ചോദിക്കുന്ന പോലെ MLA സ്ഥാനം, അതിൻ്റെ അകത്തൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ നാളെ ഞങ്ങൾക്ക് തോന്നരുത് ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയരുത് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട് തെറ്റായി പോയില്ലേ. അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ നടപടികളിലൂടെ, പ്രൊസീജിയറുകളിലൂടെ കടന്നു പോകണം. അത് കടന്നു പോകേണ്ടത് എന്തിനാണെന്നറിയാമോ? നാളെ നിങ്ങൾ ഞാൻ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ താങ്കൾ പറയുന്നത് രണ്ടാമത്തേത് പൂർണ്ണമായ നടപടികൾക്ക് ശേഷം സ്വീകരിക്കേണ്ട നടപടിയാണ്. MLA പദവി നഷ്ടപ്പെട്ടാൽ വേഗത്തിൽ തിരിച്ചു കൊടുക്കാൻ കഴിയില്ലോ എന്നാണ്. അതെടുത്തു. രണ്ടാമത്തെ ചോദ്യം, ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ പറയുകയാണ് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനമാണ്, ഞാൻ ഒഴിയാമെന്ന് അദ്ദേഹം അറിയിച്ചു എന്നാണ്. രാവിലെ പക്ഷേ സതീശൻ പറയുന്നത് കർശനമായ നടപടി ഞങ്ങൾ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചു എന്നാണ്. ഇതിൽ നടപടി എടുക്കുകയായിരുന്നോ അതോ ഞാൻ ഒഴിയാമെന്ന ധാർമ്മിക നിലപാട് രാഹുൽ പ്രഖ്യാപിക്കുകയായിരുന്നോ? ഷാഫി പറഞ്ഞതാണോ സതീശൻ പറഞ്ഞതാണോ ശരി? രണ്ടും ശരിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതാണ് ഞാൻ ആ ക്രോണോളജി പറഞ്ഞത്. 11:30 അന്നത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നിങ്ങളെ കാണുന്നത്. അങ്ങത് നിഷാദ് അത് പരിശോധിച്ചാൽ മനസ്സിലാവും. 11:30 VD സതീശൻ പറയുന്ന ബൈറ്റ് എന്താ? അദ്ദേഹം പറയുന്നത് ഈ പാർട്ടിയിൽ അങ്ങനെ ആർക്കെങ്കിലും അതിനൊരു ആരോപണം ഉയർന്നു വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാകും, അതിൽ മുഖം നോക്കില്ല, ആരെയും സംരക്ഷിക്കില്ല. പരാതിക്കാരി എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിച്ചാൽ അവർക്കൊപ്പം നിൽക്കും, അവരെ വേട്ടയാടില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി ഒരു സൂചന നൽകി. ആ സമയത്ത് 11:30 പാർട്ടി കൃത്യമായ സൂചന നൽകി ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിലെ നടപടി ഉണ്ടാകും, പ്രഥമ ദൃഷ്ടിയാലുള്ള നടപടി ഉണ്ടാകും. എന്നാൽ 1 മണിയാകുമ്പോൾ പാർട്ടിയുടെ നടപടിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം തന്നെ രാജിവെച്ചു. നല്ല കാര്യം. ഇനി അദ്ദേഹം കാത്തു ഞാൻ മനസ്സിലാക്കുന്നത് അത് രാഹുലിന്റെ തീരുമാനമായിരുന്നു ഒഴിയാനുള്ളത്. പാർട്ടി അദ്ദേഹത്തോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അല്ല, പാർട്ടി അതിന്റെ സൂചന നൽകി കഴിഞ്ഞല്ലോ. സൂചനയെ നൽകിയിട്ടുള്ളൂ. പാർട്ടി അദ്ദേഹത്തോട് ഒഴിയാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി അദ്ദേഹത്തോട് നിങ്ങൾ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല.
തീരുമാനം പാർട്ടി അറിയിച്ചത് അദ്ദേഹമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലല്ലോ ഞാൻ അതാണ് പറഞ്ഞത്. വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പാർട്ടിയെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഒന്നും രണ്ടും പേർ, ഒന്ന് PCC അധ്യക്ഷൻ, രണ്ട് CLP ലീഡർ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞു ആക്ഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഇന്റൻഷൻ എന്താണെന്ന് നിങ്ങളോടും അദ്ദേഹത്തോടും കൺവേ ചെയ്തിട്ടുണ്ട്. 11:30 1 മണിക്ക് അദ്ദേഹം രാജിവെച്ചു. ബാക്കി ഇന്റേണൽ കമ്മ്യൂണിക്കേഷനെ പറ്റി ഒരു ചാനൽ ചർച്ചയിൽ പറയാൻ ഞാൻ ആളല്ല. ശരി, ശ്രീ NP ചേക്കുട്ടിയും ഈ കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇദ്ദേഹം MLA പദവി കൂടി ഒഴിയേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ ഇനി സ്മൂത്തായി മുന്നോട്ട് പോകാൻ കഴിയൂ. തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഘട്ടത്തിലെന്നാണ് VD സതീശൻ പറയുന്നതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് സമയമെടുക്കണമെന്ന നിലപാടുള്ളവരും അതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. ഈ ആശയക്കുഴപ്പം അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിന് ഒരു അസ്വസ്ഥതയായി മാറാൻ പോവുകയാണോ? അല്ല, ഇതിൽ തീർച്ചയായും കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. എന്നുവെച്ചാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോഴും വന്നിട്ടില്ല. ഈ പരാതിക്കാരിയായിട്ടുള്ള ആളുടെ ശബ്ദരേഖ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. തീർച്ചയായും വളരെ 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 ആശങ്കാജനകമായ വളരെ മോശമായിട്ടുള്ളൊരു സംഭാഷണ രീതിയാണ് അതിനകത്ത് നമ്മുടെ MLA യുടെ ഭാഗത്ത് നിന്നുണ്ട്. തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ഒരു പൊതുപരാതി ഏതെങ്കിലും തരത്തിൽ വരാതെ, പോലീസിലോ കോടതിയിലോ ഒരു വിഷയം തീരെ വരാതെ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മളൊരു MLA രാജിവെക്കണമെന്ന് പറയുമ്പോൾ അത് പൊതുമണ്ഡലത്തിൽ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാക്കും. കാരണം ആ പ്രദേശത്തുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് ജയിച്ച ആളാണ്. മത്സരിച്ചതിന് ശേഷം അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി പദവികളിൽ നിന്ന് അദ്ദേഹം മാറുകയും ചെയ്തു. ഒരു നിയമസഭാ അംഗത്തെ നമ്മൾ മാറ്റുന്ന സമയത്ത് അദ്ദേഹം ഒരു മന്ത്രിയൊന്നുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാരം കൈകാര്യം ചെയ്യുന്ന ആളുമല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ കുറേ കൂടി എന്താ പറയുക, കുറച്ച് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പക്ഷേ തീർച്ചയായും ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ സ്വഭാവം നോക്കിയാൽ, അതിൻ്റെ പ്രഥമ ദൃഷ്ടിയാ നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ ഡാമേജ് ഉണ്ടാക്കും. ഈ ആരോപണത്തിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണെങ്കിൽ, ഈ പെൺകുട്ടിയുമായിട്ട് അദ്ദേഹം നടത്തിയ സംഭാഷണം വസ്തുതാപരമാണെങ്കിൽ, ഒരാളെ വധിക്കാൻ പോലും എനിക്ക് അധിക സമയം വേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ, ഇതൊരു മാഫിയ സംഘങ്ങൾ ഭരിക്കുന്ന രാജ്യമൊന്നുമല്ലല്ലോ. പണ്ട് ഇറ്റലിയിലൊക്കെ ഉള്ള മാഫിയകളെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആളുകൾ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കളിയാണ്. ആ തരത്തിൽ നമ്മുടെ ഒരു നിയമസഭാംഗം സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച്, പൊതുബോധത്തെക്കുറിച്ച്, സാമാന്യ മര്യാദയെക്കുറിച്ച്, സ്ത്രീകളോടും പെൺകുട്ടികളോടും പെരുമാറേണ്ട രീതിയെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താ? ഈ സംസാരിക്കുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക, എത്ര അമിതമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പിരിമുറുക്കുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും ഒരു കാരണവശാലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായും കോൺഗ്രസിന് ഇതൊരു ബാധ്യതയാവും. കേരളത്തിലെ സ്ത്രീകൾ, പെൺകുട്ടികൾ. താങ്കൾ കാണുന്നത് ഇപ്പോൾ സതീശന്റെ മനസ്സിലാക്കൽ എന്താണ്? നമ്മൾ കാണും സതീശൻ അദ്ദേഹത്തിനെതിരെ മാക്സിമം പണിഷ്മെന്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ സതീശൻ അറിയാമല്ലോ, സംരക്ഷിക്കേണ്ട ഒരാളാണെങ്കിൽ സംരക്ഷിക്കേണ്ടതാണ്, സംരക്ഷിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ വിട്ടുകളയണം. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആഞ്ഞു നിൽക്കുന്ന സതീശനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അനുഭാവത്തിൻ്റെ കണിക പോലും കാണിക്കുന്നില്ല, കളയണം എന്ന മൂഡിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമുക്ക് ഇനി താങ്ങാൻ കഴിയാത്ത ആളാണ് എന്ന നിലയ്ക്കുള്ള അത്രയും ഇൻഫർമേഷൻ സതീശൻ്റെ മുമ്പിലുണ്ട് എന്ന് വിചാരിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടി അനുവാദത്തോടെ അല്ലാതെ യുവ നടിയുടെ വാർത്താ സമ്മേളനം നടക്കുമെന്ന് വിചാരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം അതിൻ്റെ ബന്ധത്തിൻ്റെ ആഴം പിന്നീട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും വിവരങ്ങൾ എടുത്തതിന് ശേഷം ഈ അധ്യായം അവസാനിപ്പിക്കാമെന്ന് സതീശൻ തീരുമാനിച്ച മട്ടല്ലേ? അല്ല, അതങ്ങനെയാവാം. എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് അത്ര ഖണ്ഡിതമായിട്ട് പറയാത്തത്. പക്ഷേ സതീശൻ പറയുന്ന പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, ഇതുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് അത് വളരെ വളരെ ഗുരുതരമായ ഡാമേജ്. എന്തുകൊണ്ടാണ്? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു MLA എടുക്കുന്ന സമീപനമാണ് പ്രശ്നം. ആ സമീപനം കേരളത്തിലെ സ്ത്രീകളോട്, കേരളത്തിലെ പെൺകുട്ടികളോട്, അങ്ങനെയുള്ള ആളുകളോട്, പിന്നെ ഇത്തരം ആപത്തുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടിയുടെ ബാധ്യത ഏറ്റെടുക്കുക, കല്യാണം കഴിക്കുക, എന്താ വെച്ചാൽ ചെയ്യുക, അതല്ലേ ഇതിന് മര്യാദ. അല്ലാതെ ഒരാളെ ഫിനിഷ് ചെയ്ത് കളയും എന്ന മറ്റുള്ള ഒരു ഭീഷണിപ്പെടുത്തലൊന്നും ഒരു പൊതുസമൂഹത്തിന് അകത്ത് ചെയ്യാൻ കഴിയുന്നതല്ല. നിങ്ങൾ സ്വകാര്യ സംഭാഷണമാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, ഒരു സാധാരണ നിലയിൽ ചെയ്യുന്നത് വളരെ ആപത്തുണ്ടാക്കും. കേരളത്തിലെ സ്ത്രീകളുണ്ട്, കേരളത്തിൽ പെൺകുട്ടികളുണ്ട്, കേരളത്തിൽ
കേരളത്തിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ അച്ഛന്മാരായിട്ടുള്ള പിതാക്കന്മാരുണ്ട്, അവരൊക്കെ അതിനെ എങ്ങനെ എടുക്കുക? അപ്പം അതുകൊണ്ട് സതീശൻ പറയുന്നത് തീർച്ചയായും ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വസ്തുത എനിക്ക് ഈ സംഭാഷണം ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും എനിക്കതിലേക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ അങ്ങനെ ഖണ്ഡിതമായിട്ട് പറയുന്നത്. സതീശൻ ആ നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനൊക്കെ ഉറപ്പുണ്ടാവും. ആ ഉറപ്പ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് വസ്തുതയുമാണ്. കാരണം ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളുകൾ പൊതുമണ്ഡലത്തിലിരിക്കുന്നത് നമുക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. ശരി, ശ്രീ എ കെ ഷാനിബ് ഡിവൈഎഫ്ഐ നേതാവ് നിങ്ങളൊപ്പം ഉണ്ട്. ശ്രീ ഷാനിബ്, നോക്കൂ, കോൺഗ്രസിനകത്തൊരു പ്രശ്നം ഉയർന്നു വരുന്നു. ആ പ്രശ്നം പുറത്തു കൊണ്ടുവരുന്നത് കോൺഗ്രസ് കുടുംബാംഗമായ ഒരു വനിതയാണ്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇദ്ദേഹത്തോട് ഒഴിയാൻ പാർട്ടി ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആ പദവി ഒഴിയുന്നു. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹത്തെ MLA പദവിയിൽ നീക്കുന്നതിനെ കുറിച്ച് സീരിയസ് ആയ ഡിസ്കഷൻ ആ പാർട്ടിക്കകത്ത് നടക്കുന്നു. തുടക്കം മുതൽ ഇതുവരെ അത് ആ പാർട്ടിയുടെ ആഭ്യന്തരമായ കാര്യമാണ്. അവർ തന്നെയാണ് നടപടി എടുത്തിട്ടുള്ളത്. എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഒന്നും സമ്മർദ്ദം അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്ന് കാണാം. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടി എന്ത് ചെയ്യണം, ധാർമ്മികമായി എന്ത് വാല്യൂസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയാൻ DYFIക്കോ CPMനോ പറ്റുമോ നിങ്ങളുടെ ചരിത്ര പശ്ചാത്തലത്തെ മുൻനിർത്തി? നിഷാദ് ഇവിടെ വിശദീകരിക്കുമ്പോൾ എത്ര മനോഹരമായ കാര്യം അല്ലേ? ഒരു ആരോപണം ഉയർന്നു വരുന്നു, 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കുന്നു, അയാളെ മാറ്റുന്നു. ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഈ പരാതി പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ എനിക്ക് പറയാൻ പറ്റുന്ന എല്ലാ ഫോറങ്ങളിലും ഞാൻ ഈ പരാതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പരാതി പറഞ്ഞിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പിന്നീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൻ്റെ മകളെപ്പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ എന്താണോ ചെയ്യുക അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്താ ചെയ്തത്? നമ്മുടെ മുൻപിലുള്ള കാര്യങ്ങൾ, നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയാളെ ആദ്യം പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നു. പിന്നീട് അയാളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ MLA ആക്കുന്നു. അതിനു മുമ്പ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ഈ സ്വന്തം മകളെ പോലെയുള്ള ഒരാൾ കരഞ്ഞ് കണ്ണീരണിഞ്ഞ് തന്റെ മുമ്പിൽ വന്നു നിന്ന് പരാതി പറഞ്ഞ ആ ആരോപണ വിധേയന്റെ നെറുകയിൽ മുത്തം കൊടുക്കുന്നു ചാനലുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്. ഇതെല്ലാം ആ പെൺകുട്ടി കാണുകയാണ്. ആ പെൺകുട്ടിയുടെ മുമ്പിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് അപ്പോഴൊന്നും നടപടിയെടുക്കാതെ, അപ്പോഴൊന്നും ഈ വിഷയത്തിൽ ഇടപെടാതെ പെൺകുട്ടി ഇത് പരസ്യമായി പറയുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. എന്താ നടപടി? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾക്ക് പത്രക്കാരുടെ മുമ്പിൽ വന്ന് നിന്ന് അതേ ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടു കൂടി വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ ഈ പരാതി ഉന്നയിച്ച ആ പെൺകുട്ടികളുടെ മൊറലിനെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി റിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞാൻ അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ആ പെൺകുട്ടിയെ പോലും, ആ പെൺകുട്ടി എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ധാർഷ്ട്യത്തോടു കൂടി വീണ്ടും അതേ ധാർഷ്ട്യത്തോടു കൂടി അയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നെന്ന് പറയാണ്. അങ്ങനെ പറയാൻ അവസരം കൊടുത്തുകൊണ്ട് ഒഴിയാണ്. എവിടെ നിന്നാണ് ഒഴിയുന്നത്? 10, 200, 250 ഭാരവാഹികളുള്ള ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. ആ കമ്മിറ്റിയിൽ ഞാൻ അറിഞ്ഞിടത്തോളം 4 or 5 പെൺകുട്ടികളാണ് ആ കമ്മിറ്റിയിൽ ആകെ ഉണ്ടാവുക. 250ഓളം ഭാരവാഹികളുള്ള കമ്മിറ്റിയിൽ 4 or 5 പെൺകുട്ടികൾ മാത്രമുള്ള ആ കമ്മിറ്റിയുടെ തലപ്പത്ത് ഇരിക്കാൻ പറ്റാത്ത ഒരുത്തനെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി അവിടെ പെൺകുട്ടികൾക്ക് വരേണ്ടി വരും, വിദ്യാർത്ഥിനികൾക്ക് വരേണ്ടി വരും, യുവതികൾക്ക് വരേണ്ടി വരും, വീട്ടമ്മമാർക്ക് വരേണ്ടി വരും, ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്ക് വരേണ്ടി വരും. അങ്ങനെ സ്ത്രീകൾക്ക് അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരേണ്ട MLA എന്ന പദവിയിൽ ഇരുത്തി കൊടുക്കുകയാണ്. എങ്ങനെയാണ് സ്ത്രീകൾക്ക് വളരെ മാന്യമായി കടന്നു വരാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്വത്തിൽ ഒരു ജനപ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് പോലും ഇരുത്താൻ പറ്റാത്ത ഒരുത്തനെ എങ്ങനെയാണ് MLA ആയിട്ട് ഇവർക്ക് ഇരുത്താൻ സാധിക്കുക? ഇത് എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ പല കേസുകളും പറഞ്ഞല്ലോ. ഇന്ന് നിഷാദ് ആ ഓഡിയോ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചേക്കുട്ടി, അദ്ദേഹം ആ ഓഡിയോ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ എല്ലാ നിലയും വിട്ടിട്ട് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? എനിക്ക് നിന്നെ കൊല്ലാൻ സെക്കൻഡുകളുടെ സമയം പോലും വേണ്ട എന്നൊരു പെൺകുട്ടിയോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്നാ താൻ എന്നെ കൊന്ന് തീർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കൊന്നാൽ എല്ലാം തീരും എന്നാണോ താൻ വിചാരിക്കുന്നതെന്ന് ഒരു പെൺകുട്ടി ചോദിക്കുന്ന, ഒരു MLAയോട് ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതെല്ലാം സംഭവിച്ചിട്ട് ആ പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുമ്പോഴും ആ പരാതി പറഞ്ഞ പെൺകുട്ടി എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുമ്പോഴും എങ്ങനെയാണ് ഇവിടെയുള്ള ഈ ബസന്തിനെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇയാളെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? എത്ര യൂത്ത് കോൺഗ്രസ്സുകാരാണ് അയാളുടെ വിഷയം ഞങ്ങൾ പഠിക്കുന്നു, ആവശ്യമെങ്കിൽ അടുത്ത ഘട്ട നടപടി എന്നാണ് അവരുടെ പൊസിഷൻ. അല്ലാതെ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, രാഷ്ട്രീയ ആരോപണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യം ഒന്നും അവർ പറയുന്നില്ല.
താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് ശരിയാണ്. ഈ പുറത്തു വന്ന പരാതികൾ അകത്ത് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിയാവണ്ണമുള്ള നടപടിയെടുക്കാതെ പുറത്തു വന്നപ്പോൾ മാത്രം നടപടിയെടുക്കാനും സമ്മർദ്ദത്തിലായതാണ് എന്ന്. ശരി, പുറത്തു വന്നു, നടപടിയെടുത്തല്ലോ. അടുത്ത ഘട്ടത്തെക്കുറിച്ചും ആലോചിക്കുകയാണ്. പുറത്തു വന്ന നടപടി സംഭവങ്ങളിലെല്ലാം ശരിയാവണ്ണമുള്ള നടപടിയെടുത്ത പാർട്ടിയെക്കുറിച്ചാണോ, പാർട്ടിയിൽ നിന്നുകൊണ്ടാണോ താങ്കൾ സംസാരിക്കുന്നത്? കുറ്റപത്രം സമർപ്പിച്ച കേസിലെടുത്ത നിലപാട് എന്താണ് മുകേഷിന്റെ? അങ്ങനെയാണോ നിഷാദ് നമ്മൾ ഈ വിഷയത്തെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഉയർന്നു വന്ന ഒരു പെൺകുട്ടിയുടെ, ഒരു നിരാലംബയായ ഒരു പെൺകുട്ടി, ഒരു യുവതിയുടെ, അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ ഇപ്പോ നമ്മൾ പഴയ കഥകൾ പറഞ്ഞുകൊണ്ടാണോ നമ്മൾ ഈ വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത്? പഴയ കഥയല്ലല്ലോ. പെൺകുട്ടികളെ വേട്ടയാടുന്നവർ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ എക്കാലത്തും അവരുടെ വിഷയം ചർച്ച ചെയ്യാൻ പ്രസക്തമാണ്. അല്ലാതെ പഴയ പീഡനം പിന്നീട് സംസാരിക്കാമെന്ന് പറയേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങളെ ഒരു സമരം ചെയ്തിട്ടുണ്ടായ നടപടിയൊന്നും അല്ല ഇത്. ഇത് കോൺഗ്രസിൽ പ്രശ്നമായിരുന്നു. ശരി, വൈകിപ്പോയി, എന്നാലും അവർ നടപടിയെടുത്തു. അതിനകത്ത് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു അടുത്ത ഘട്ടത്തിലുള്ള നടപടി എന്തായിരിക്കണമെന്നതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വരുന്ന സ്ത്രീപീഡന ആരോപണങ്ങളിൽ എന്തുമാത്രം ധാർമ്മികമായ നിലപാട് സ്വീകരിക്കണം എന്ന വിഷയം സംസാരിക്കേണ്ട ഘട്ടം കൂടിയാണ്. ദിവസം 3 കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാ എലമെന്റ്സും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഭരണകൂട പാർട്ടിയായ CPIM-ഉം അതിലെ പ്രധാനികളും അവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും അതിനുമേലെടുത്ത നടപടികളും സ്വാഭാവികമായും ജനം ചിന്തിക്കുമല്ലോ. അത് പിന്നെ പറയാമെന്ന് പറയുന്നത് ഒളിച്ചോട്ടമാണ്. നമ്മൾ നടപടിയെടുത്തിട്ടല്ലാതെ, നിലപാട് സ്വീകരിച്ചിട്ടല്ലാതെ അവരെ നിങ്ങൾ എങ്ങനെ പറയും പഴി എന്ന ചോദ്യമുണ്ട് ഷാനിബ്. അല്ല, നമുക്കിപ്പോ ചർച്ച ചെയ്യാം. മുകേഷിന്റെ കേസ് നമുക്ക് ചർച്ച ചെയ്യാം. മുകേഷിന്റെ കേസിന്റെ പരാതി വന്നല്ലോ. ആ പരാതിയിൽ മേൽ എന്താണ് മുകേഷിനെ കുറ്റവിമുക്തനാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു പരാതി പോലും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തെ കുറ്റക്കാരനാക്കിയല്ലേ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്? വസന്ത, ഒരു മിനിറ്റ്, ഞാനത് പറഞ്ഞോട്ടെ വസന്ത്. മുകേഷിനെ കുറ്റക്കാരനാക്കിയാണല്ലോ കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. ശരി, നമുക്ക് കോടതി അപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല എന്ന ന്യായം പറഞ്ഞാണ് നടപടി വേണ്ടതില്ല എന്ന് പാർട്ടി ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. നമുക്ക് ആ വിഷയം, മുകേഷിന്റെ വിഷയം ചർച്ച ചെയ്യാം. ബാക്കി പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ടതും നിരന്തരം പരാതികൾ വരുന്നതും ഒക്കെ മാറ്റിവെക്കാം. നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. എന്നിട്ട് ഒരുത്തൻ, ഒരു സൈക്കോ ആയിട്ടുള്ള ഒരുത്തൻ, ക്രിമിനൽ ആയിട്ടുള്ള ഒരുത്തനെ നമുക്ക് രക്ഷിച്ചെടുക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ. രക്ഷിക്കണമെന്ന ഉദ്ദേശം എവിടെയും ഇല്ല. ആ പാർട്ടിക്കകത്ത് പോലും ഇല്ല. ആ പാർട്ടിക്കകത്ത് പോലും ഇല്ല. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ലവൻ, അയാളെ ആരോ വേട്ടയാടുന്നു എന്ന മട്ടിൽ ആ പാർട്ടിയിൽ നിന്ന് പോലും ഒരു പ്രതികരണം വരുന്നില്ലല്ലോ. ഷാഫി പറമ്പിൽ പോലും അത് പറയുന്നില്ല ഇന്ന് എന്ന് കാണണം. ഷാഫി പറമ്പിൽ പോലും അത് പറയുന്നില്ല, ഒരാളുമില്ല. മറിച്ച് അടുത്ത ഘട്ട നടപടിയെ കുറിച്ചുള്ള കാര്യമാണ് കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്തരം കേസുകളിൽ എടുത്തിട്ടുള്ള നടപടികളുടെ ഒരു ധാർമ്മിക പശ്ചാത്തലം വെച്ചിട്ടല്ലേ നിങ്ങൾ സ്ട്രോങ് ആയി സംസാരിക്കേണ്ടത്? നിങ്ങൾ സമരം ചെയ്തിട്ടാണ്, എന്റെ ചോദ്യം ഇതാണ് ഷാനിബ്, നിങ്ങൾ സമരം ചെയ്തിട്ടാണോ, നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പദവി പോയത്? അല്ലല്ലോ. സ്വാഭാവികമായും അതിനകത്ത് സംഭവിച്ചാണ്. വൈകിപ്പോയെന്നുള്ള ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുമെങ്കിലും നിങ്ങളെന്തോ ഒരു സമരം ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ ദുർബലപ്പെടുത്താൻ ആലോചിക്കുന്നു എന്ന മട്ടും വേണ്ട ഇവിടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റോളൊന്നും ഇല്ലാത്ത കാര്യമാണ് ഇപ്പൊ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ സമയമുണ്ടെന്നാണ് എന്റെ പോയിന്റ്. നിങ്ങളുടെ കാര്യം കൂടി ആലോചിക്കാൻ. അല്ല, ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ, ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അയാൾ മാറണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ലെന്നേ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. ആ പരാതിക്കാരായ ആൾ കോൺഗ്രസ്സുകാരാണ്, ആ പരാതി ഉന്നയിച്ച ആൾ കോൺഗ്രസ്സുകാരാണ്, നടപടിയെടുത്തത് കോൺഗ്രസ് ആണ്, എല്ലാം കോൺഗ്രസ് ആണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സമരമൊന്നും അധികമായി ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്യാമ്പിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിൽ എന്ത് ചെയ്യാം എന്ന് ആലോചിക്കാനുള്ള സമയം നല്ലതുപോലെ ഉണ്ട്. അപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാം? ഗുരുതരമായ പരാതി ഏറ്റുവാങ്ങിയ ഈ പി ശശി ആരായിരുന്നു? അദ്ദേഹം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന് മുഖ്യമന്ത്രിക്കൊപ്പം കസേരയിലിരിക്കുന്നത്? അല്ലെങ്കിൽ PK ശശി ആരാണ്? ഇതൊക്കെ ആലോചിക്കാൻ പറ്റിയ സമയമാണ്. ഇഷ്ടംപോലെ സമയം ഇപ്പോൾ ഉണ്ട്. കാരണം മറ്റേ കാര്യത്തിൽ സമരമൊന്നും വേണ്ടി വരുന്നില്ല. കോൺഗ്രസ് തന്നെയും നടപടിയെടുത്ത് പോവുകയാണല്ലോ. എൻ്റെ പോയിന്റ് അതാണ്. നിങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണമെന്നൊരു ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റോ കോൺഗ്രസിന്റെ KP പ്രസിഡന്റോ അല്ലെങ്കിൽ ഏത് സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തിയാലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പോലും ഇരുത്താൻ പറ്റാത്ത ഒരുത്തനെ എന്തിനാണ് ഞങ്ങളുടെ പാലക്കാട്ടെ MLA ആയി കൊണ്ടുവന്നിരുത്തുന്നതെന്നാണ് ഞങ്ങളുടെ ചോദ്യം.
ഇനി ഒരു കാര്യവുമില്ലാതെ അല്ല, ഒരു അങ്ങനെ പരാതിയുമില്ലാതെ നിങ്ങൾ കൊല്ലത്ത് ഒരു MLA ആയിട്ട് പരാതിയുമില്ലാതെ വെച്ചിരിക്കുന്നത്? അയാളെ അങ്ങനെ ഒരുത്തനെ എന്തിനാണ് നിങ്ങൾ എന്നാ കൊല്ലത്ത് നിന്ന് വസന്ത് പറയട്ടെ, ലോക്സഭയിലേക്ക് എന്തിനാണ് അയാളെ പുറത്താക്കിയത്? അങ്ങനെ ഒരുത്തനെ എന്തിനാണ് എന്തിനാണ് നിങ്ങൾ പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വസന്ത് കൈകാര്യം ഞാൻ ചെയ്യാൻ വസന്ത് കൊണ്ടുപോയിരിക്കുന്നത്? പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങനെ ഒരുത്തനെ എന്തിനാണ് നിങ്ങൾ ബോർഡിന്റെ എന്റെ വസന്ത് ഞാനൊന്ന് പറയട്ടെ. അതുകൂടി പറ ഷാനിബേ. വസന്ത് ഇങ്ങനെ നാണം കെട്ട ഒരുത്തിന് വേണ്ടി ന്യായീകരിക്കല്ലേ? ഇങ്ങനെ നാണം കെട്ട ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധം പിടിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലാൻ പോലും അടിയില്ലെന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവന് വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഒരു നാണമില്ലേ? ഒരു വൃത്തികെട്ടവന് വേണ്ടി ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾ ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾക്ക് പെൺസുഹൃത്തുക്കളില്ലേ? നിങ്ങളുടെ വീട്ടിൽ സഹോദരന്മാരില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ സഹോദരന്മാരില്ലേ? അങ്ങനെയുള്ള സഹോദരന്മാരുള്ള നിങ്ങൾക്ക് ഉളുപ്പ് ലെവലേശമുണ്ടെങ്കിൽ ഇന്നിപ്പോ ഷാഫി പറമ്പിൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ട് ബാംഗ്ലൂർ വഴി വന്നിട്ട് കേരളത്തിൽ വന്നു പറയാണ് ഞങ്ങൾ അയാളുടെ പിന്നെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് രാജിവെച്ചു, അത് വലിയ കാര്യമാണ്, ഞങ്ങൾ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പറയാൻ ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ലെവലേശമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ന്യായീകരിക്കും. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നും ഇന്നലെയുമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ടല്ലോ, ദുൽകിഫിൽ പറയുന്നുണ്ടല്ലോ, ജിൻഡോ ജോൺ പറയുന്നുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ തന്നെ പറയുന്നു. ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ കഴിയാത്ത ഒരുത്തരാണ് ഇതുപോലെയുള്ള തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്നത് ജിൻഡോ ജോണും ദുൽകിഫിലും പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. യൂത്ത് കോൺഗ്രസിന്റെ സഹഭാരികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഇതുപോലെയുള്ള ഒരു സൈക്കോപാത്തിന് വേണ്ടി, ഒരു ക്രിമിനലിന് വേണ്ടി ന്യായീകരിക്കാൻ വസന്തിന് നാണമാകുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനെ പാലക്കാടിന്റെ MLA നിങ്ങൾ കൊണ്ടുവന്നിരുത്തുമ്പോ ഞങ്ങളത് അനുവദിക്കുമെന്നാണ് ഞാൻ ഇവിടെ നിഷാദ് പറഞ്ഞു. ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അയാളെ മാറ്റണ്ടെന്നേ. ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജനപ്രതിനിധിയായി ഇരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതാണ്. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് തിരിച്ചുവരവിന്റെ അനുഭാവത്തിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അനുഭാവത്തിന്റെ ഒരു കണിക അതിപ്പോഴും അവശേഷിക്കുന്നുണ്ടോ? അല്ല ശ്രീ നിഷാദ്, നോക്കൂ, ഞാൻ വളരെ കൃത്യമായി ഈ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. സ്കോർ ബോർഡ് നോക്കാനോ ബാലൻസിങ് നടത്താനോ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അതിനെ നിർബന്ധിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM-നുള്ളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രം, താഴോട്ടുള്ളവർ പോട്ടെ, സംസ്ഥാന സെക്രട്ടേറിയറ്റും ആ നിലയിലും ഇരുന്നവർക്ക് നേരെ ഉയർന്നു വന്ന 1-2 ഡസൻ പരാതികൾ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അവരെ എവിടെ പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞുതരാം. കൊല്ലം MLA നിങ്ങൾ മാറ്റി നിർത്തിയില്ല എന്ന് മാത്രമല്ല, കൊല്ലം പാർലമെന്റിലേക്ക് അയാളെ ആനയിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അയാൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതിന് ഉത്തരം പറയാൻ പോലും പറ്റിയില്ല ഷാനിബേ. നിങ്ങളുടെ സഹാക്കളോട് ഉത്തരം പറയാൻ പറ്റാത്ത നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റി നിർത്തി. ഞങ്ങൾക്ക് പറയാം യൂത്ത് കോൺഗ്രസിലെ സഹപ്രവർത്തകരോട്, ആ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ, എനിക്ക് പറയാം എൻ്റെ സഹപ്രവർത്തകരോട്, നമ്മൾ അയാളെ മാറ്റി നിർത്തി. നിങ്ങൾ സഹാക്കളോട് പറയാൻ പറ്റുമോ? എവിടെയാ പറയാൻ പറ്റുന്നത്? പി ശശിക്കെതിരെയുള്ള ആരോപണം എന്താണെന്ന് ഷാനിബിന് അറിയാമോ? ഞാൻ വ്യക്തിപരമായി ഷാനിബിനെ ആരോപിക്കുന്നില്ല. ഷാനിബ് അവിടെ ചെന്നിട്ട് കുറച്ചേ ആയുള്ളൂ, അതുകൊണ്ട് അറിയാത്തത്. അതിന് മുമ്പാണ് ഈ ആരോപണം ഉണ്ടാവുന്നത്. ശരി, അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ രണ്ടാം ഘട്ട നടപടിയുടെ കാര്യം പറയുന്നു, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കാൻ പോകുന്ന കാര്യം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കേൾക്കുക, ഇരകളെ കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നടപടിക്രമമാണല്ലോ, അതിനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വേണം. എന്താണ് അതിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം? കമ്മിറ്റി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കുകയോ മറ്റോ ചെയ്തോ? എന്തെങ്കിലും ചെയ്തോ? അല്ല ശ്രീ നിഷാദ്, നോക്കൂ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ അല്ല വെക്കുന്നത്, പാർട്ടിയാണ് കേൾക്കുക. പാർട്ടി കേൾക്കുക എന്ന് പറഞ്ഞാൽ ആയുധമായി ബന്ധപ്പെട്ട് PCC അധ്യക്ഷനും CLP ലീഡറും നിർദ്ദേശിക്കുന്ന 2 പേർ അല്ലെങ്കിൽ 3 പേർ അവരുണ്ടാകും, ഹൈക്കമാൻഡ് പ്രതിനിധി ഉണ്ടാവും, അവരത് കേൾക്കും. രാഹുലിനെ മാത്രമല്ല കേൾക്കുക, പരാതി പറയാൻ ആരുണ്ടോ അവരെ എല്ലാം കേൾക്കും. പരാതിയുമായി ഇപ്പോൾ ആരും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ലല്ലോ. അല്ല, പരാതിയുമായി ആരും ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. രാഹുൽ ആവട്ടെ അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെ നിഷേധിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്താമോ ആ വഴിക്ക്? ഇല്ല നിഷാദ്, അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അങ്ങ് ഇടപെട്ടിട്ടുള്ളതാണ്. ഇനി പരാതിയുമായി ആരും വന്നില്ല എന്നിരിക്കട്ടെ, ഒരു റിട്ടേൺ പരാതി പോലും ഞങ്ങളുടെ മുമ്പിൽ ഇല്ലല്ലോ, ഇനി ഇല്ലാന്നും ഇരിക്കട്ടെ. നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾ, ജനാധിപത്യത്തിന്റെ 4ാം തൂൺ, നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചില ആരോപണങ്ങളുണ്ടല്ലോ, നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ചില ഡേറ്റകളുണ്ടല്ലോ, ചില വോയിസ് ക്ലിപ്പുകളുണ്ടല്ലോ, അതും ഞങ്ങൾ പഠിക്കും. ആയുധമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ നിലപാട് ആരായും, ആയുധമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടി എന്ന നിലയിൽ, ഞങ്ങൾക്ക് പാർട്ടി കോടതിയില്ല, ഞങ്ങൾക്ക് അന്വേഷണ കമ്മീഷൻ ഇല്ല, ഞങ്ങൾക്ക് പോലീസില്ല, ആരാച്ചാരില്ല, ഒന്നുമില്ല.
പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് നടത്താൻ പറ്റുന്ന അന്വേഷണം നടത്തും, ആയതുമായി ബന്ധപ്പെട്ട നിലപാട് ഞങ്ങൾ വ്യക്തമാക്കും, നടപടി ഉണ്ടാകും. ആ നടപടി ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയങ്ങളെല്ലാം തെളിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ നടപടി അത് കോൺഗ്രസ് പാർട്ടി എടുക്കും. അത് നാളുകളിൽ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴല്ല, ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് നിഷാദിന് ഈ CPM-കാരോട് പറയാം, നോക്കൂ കോൺഗ്രസ് എടുത്ത നടപടി കണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ എടുക്കൂ എന്ന് പറഞ്ഞ് ക്ലാസ്സായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഞാൻ വളരെ കൃത്യമായി വീണ്ടും പറയുന്നു, അത് രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റേ കാർഡ് കൊടുക്കരുത്. രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമെന്നല്ല, രാഹുലിനെയും കേൾക്കും, പരാതിക്കാരെയും കേൾക്കും. പരാതിക്കാരില്ലെങ്കിൽ ഇപ്പോൾ എയറിൽ നിൽക്കുന്ന പരാതികളുണ്ടല്ലോ, അതും പരിഗണിക്കും, അതും പഠിക്കും. എന്നിട്ട് ഒടുക്കം പാർട്ടി ഒരു നിലപാടെടുക്കും. ആ നിലപാടിനൊപ്പം ഏറ്റവും അവസാനത്തെ പ്രവർത്തകർ വരെ ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞേക്കാം, മുകേഷിനെ സംരക്ഷിച്ച് ലോക്സഭയിലേക്ക് വിട്ട CPM ആവില്ല. അല്ല, ഈ പഠിക്കും പരാതികൾക്കും ഒരു വശത്ത് പറയുകയും മറുവശത്ത് VD സതീശൻ നടപടി വേണമെന്ന് ശഠിക്കുകയും ചെയ്യുന്നു. അതെന്തിനാണ് അങ്ങനെ? അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നിങ്ങളുടെ വാർത്തകളാണ്. അതിൽ കമന്റ് ചെയ്യാൻ തൽക്കാലം പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ എനിക്ക് താല്പര്യമില്ല. പാർട്ടിയുടെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. പാർട്ടി ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നടത്തി അവസാനം ഒരു തീരുമാനം പറയും. അതാണ് ഔദ്യോഗിക നിലപാട്. അല്ലാതെ നിങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മീഡിയ വണ്ണിനെ പർട്ടിക്കുലർലി അല്ല, മറ്റു മാധ്യമങ്ങളുണ്ടല്ലോ, ഞങ്ങൾക്കെതിരെ ഓവർ ടൈം പണിയെടുക്കുന്ന ചില ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ചെയ്യുന്ന എല്ലാ വാർത്തയ്ക്കും ഉത്തരം പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പിന്നെ അതെങ്ങനെ ചോരുന്നു എന്ന് ചിലപ്പോൾ അങ്ങ് ചോദിച്ചേക്കാം. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇതിൽ അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ ചിലപ്പോൾ വെളിയിൽ വരും. അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ച ചെയ്യപ്പെട്ട് ഒടുക്കം പാർട്ടി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിനൊപ്പം എല്ലാവരും ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടവും ഉണ്ടാവും. ഈ പരാതിക്കാരെങ്കിലും കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി അവരും ഉണ്ടാവും. ഇദ്ദേഹത്തെ കേൾക്കുക, പരാതി പരിഗണിക്കുക, കമ്മിറ്റി ഉണ്ടാക്കുക, കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുക, ഒക്കെ അത് വേണം, സ്വാഭാവികമാണ്. ഏത് തരത്തിലും നീതി നിർവഹണത്തിന് ഇത്തരം പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഇത്രയുമായി ഈ വിവരങ്ങൾ പുറത്തു വന്നതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കോ പോലും കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ആളുണ്ടോന്നും അറിയില്ല. സോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതെങ്കിലും ഒരു വഴിക്ക് ഒന്ന് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണോ? ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്തുമാത്രം വലുതായിരിക്കും ചോദിക്കാൻ ഞാൻ. അല്ല, ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ നിന്നുള്ള രാജിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, വസ്തുതകൾ പരിശോധിച്ചതിന് ശേഷമേ ഒരു നിയമസഭാംഗത്തെ രാജിവെപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന നടന്നേ പറ്റുള്ളൂ. ഒരു ആരോപണം വന്നു, മാധ്യമങ്ങളത് വന്നു, വളരെ ഗൗരവമുള്ളതാണ് വിഷയം. എന്നിരുന്നാൽ പോലും ഒരു നിയമസഭാ അംഗത്തെ അവിടുന്ന് രാജിവെപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കാനും ഒരു തീരുമാനത്തിലെത്താനും ഏത് പാർട്ടിക്കും കുറച്ച് സമയമെടുക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ CPM അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ എടുക്കുന്ന നടപടികളുമായിട്ട് കോൺഗ്രസ് സ്വയം താരതമ്യപ്പെടുത്തി കോൺഗ്രസിന് അത് സെൽഫ് ഡിഫൻസിലേക്ക് പോകാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമീപനവും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും CPM-ൻ്റെ പശ്ചാത്തലവും വ്യത്യസ്തമാണ്. CPM അവരുടെ അണികളോട് പറയുന്ന ആനുകൂല്യങ്ങൾ കോൺഗ്രസിന് പറ്റില്ല. കാരണം CPM ഒരു കേഡർ പാർട്ടിയാണ്, അതിൻ്റേതായിട്ടുള്ള സംവിധാനമുണ്ട്, അവർക്ക് ആ സംഘടനയ്ക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഒരുപാട് ജനങ്ങളോട് ആൻസറബിൾ ആണ്. ആ ജനങ്ങളോട് പറയാൻ കഴിയുന്ന ആൻസർ ഇന്ന് പാർട്ടിയുടെ മുമ്പിലില്ല. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രാഹുൽ ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിന് നിയമസഭയിൽ ഇരിക്കാനും കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തരത്തിലുള്ള ഒരു ശക്തമായ നടപടിയിലേക്ക് ആ പാർട്ടി പോകുന്നില്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് വളരെ ഗുരുതരമായിരിക്കും. ആ ഒരു അവസ്ഥ പ്രതിപക്ഷ നേതാവിന് കൃത്യമായി ബോധ്യമാവുന്നുണ്ട്. ഒരുപക്ഷെ ഷാഫി പറമ്പിൽ പോലുള്ള ആളുകൾ അത് വേണ്ട വിധം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു ഡോമിനൻ്റ് ഒപ്പീനിയൻ യഥാർത്ഥത്തിൽ രാഹുൽ മാറുകയാണ് നല്ലത് എന്നുള്ള സമീപനത്തിലേക്ക് ഇതിനകത്ത് കോൺഗ്രസ് ആലോചിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകുമോ ചിറ്റേക്കുട്ടി? അതായത് ഇപ്പോൾ മാറുക എന്ന് വെച്ചാൽ ഇനി 9 മാസം ഉണ്ടല്ലോ, വേണമെങ്കിൽ BJPക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ മുൻകൂട്ടി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാക്കാൻ കഴിയും. അത് റിസ്ക് ആയിരിക്കുമെന്ന് കോൺഗ്രസ് ആലോചിക്കുമോ? അതൊരു ഫാക്ടറായിട്ട് അവർ ആലോചിക്കേണ്ടതുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ആര് ജയിക്കാമോ എന്ന് ഇടതുപക്ഷം അവിടെ മത്സരിക്കുമല്ലോ, കോൺഗ്രസ് അവിടെ മത്സരിക്കും, BJP മത്സരിക്കും. ആര് വിജയിക്കും എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന സമയത്ത് ആദ്യമേ ആലോചിക്കേണ്ടതായിരുന്നു. എനിക്ക് അറിയില്ല ഈ പരാതി നേരത്തെ വന്നിട്ടുള്ളതാണോ, കോൺഗ്രസിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള സംഗതികളൊന്നും ഞാൻ അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉയർന്നിരിക്കുന്ന ഒരാളെ തന്നെ ആ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി അതിനൊരു വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
അതാണ് അതിൻ്റെ പ്രശ്നം. അത് BJPക്ക് അനുകൂലമാവുമോ CPMന് അനുകൂലമാവുമോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആൾ അയാൾക്കെതിരായിട്ട് ഇന്റേണലായിട്ട് ആരോപണങ്ങൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അത് തെറ്റ് തന്നെയായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അതിന് വില ഇന്ന് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഗുണം BJP നേടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BJP നേടുന്നത് കൊണ്ട് മാത്രം ഇദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. നാളെ BJP വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതാണ് ഇതിൻ്റെ പ്രശ്നം. ശരി. അല്ല, വസന്ത്, ഇതിനകത്ത് ഈ പരാതികളുടെ കാര്യം പറയുമ്പോഴേ ഈ പരാതികൾ ഇപ്പം നേരത്തെ ഷാനിബ് ചൂണ്ടിക്കാണിച്ച കാര്യം അതാണ്. ഈ പരാതികൾ എത്രയോ കാലമായി ഉയർന്നു കേൾക്കുന്ന ഒന്നാണ്. എത്ര കാലമായിട്ട് ഈ പരാതി ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിഷേധിക്കാനൊന്നും പറ്റില്ല. എവിടെ നിന്നെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഇത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം വരിക KPCC നേതൃത്വത്തിന് മുമ്പിലായിരിക്കും. അതിനകത്ത് നിന്ന് തന്നെയുള്ള ആളുകൾ ഈ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ കമ്മിറ്റി പറയുന്നു 2 KSU വനിതാ പ്രവർത്തകർ ഈ വൃത്തികെട്ടവൻ കാരണം ഇറങ്ങിപ്പോവേണ്ടി വന്നു, ഇവനെ സംരക്ഷിക്കാൻ പാടില്ല എന്ന്. അകത്താണ് ഏറ്റവും കൂടുതൽ പരാതി, പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ. അത് ആദ്യം വരിക ആർക്കായിരിക്കും? സ്വാഭാവികം ഷാഫി പറമ്പിലിന് വരും. ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും ഗോഡ് ഫാദറും. അത് കഴിഞ്ഞാൽ VD സതീശന് വരും. അതും കഴിഞ്ഞ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പോകും. പക്ഷേ ഒരു യുവതി പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളോട് പറയേണ്ടി വന്നു നടപടിയെടുക്കാൻ. ഞങ്ങളെന്തോ നടപടി സമയബന്ധമായി എടുത്തു എന്ന് നിങ്ങൾ വലിയ ഗീർവാണം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് മുൻപേ വന്ന പരാതികളെല്ലാം അമുക്കി വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ അയാളെ പാലക്കാട് മത്സരിപ്പിച്ചത്, പ്രസിഡന്റ് ആക്കിയത്, കൊണ്ടു നടന്ന് ആഘോഷിച്ചത്? ഇപ്പം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എടുത്ത നടപടിയെ ധീരോദാത്തമായി എന്തോ എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ പ്രശ്നമില്ലേ വസന്തേ? ഒരിക്കലുമില്ല ശ്രീ നിഷാദ്. ഒന്ന് അങ്ങ് പറയുന്നത് പോലെയല്ല കാര്യം. കുറേ നാളായി ഇതാ എയറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഒരു ബോംബ് കണക്കങ്ങ് പൊട്ടിപ്പോയത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് അവിടെയും ഇവിടെയും പേര് പറയാതെ ഇത് പറയാൻ തുടങ്ങിയത് ഏതാണ്ട് കഴിഞ്ഞ മാസം, ഒരു മാസത്തിൽ താഴെയാണ്. മെയിൻ സ്ട്രീം മാധ്യമത്തിലേക്ക് ഇപ്പോൾ റിനി എന്ന് പറയുന്ന ആ പരാതിക്കാരി തന്നെ എൻ്റെ പേര് പറയുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു അഭിഭാഷകനായിട്ട് പോലും ഞാൻ പരാതിക്കാരിയുടെ പേര് പറയുന്നത്. അപ്പോൾ റിനി എന്ത് പറഞ്ഞു? റിനി വെളിയിലേക്ക് വന്നു ഈ കാര്യം പറയുന്നു. ഞാൻ അവരെ ശ്ലാഘിക്കുകയാണ്, നല്ല കാര്യം. അങ്ങനെ ഒരുപാട് പേർ മുമ്പോട്ട് വരട്ടെ. അതിനി എനിക്കെതിരാണെങ്കിലും അങ്ങേക്കെതിരാണെങ്കിലും ആർക്കെതിരാണെങ്കിലും ഒരുപാട് പരാതിക്കാരുണ്ടെങ്കിൽ അത്തരം പ്രവോട്ടുകളെ തുറന്നു കാണിക്കട്ടെ. അവരുടെ കയ്യിൽ തെളിവ് അത് പ്രൂവ് ചെയ്യാനും അവർക്ക് ബാധ്യതയുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ PCC അധ്യക്ഷനും മുൻ PCC അധ്യക്ഷനും, അതായത് K സുധാകരനും ശ്രീ സണ്ണി ജോസഫും വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഇയാൾക്കെതിരെ മറ്റൊരു തരത്തിലുള്ള പരാതിയും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതായത് മുമ്പ് K സുധാകരൻ ഇരുന്നപ്പോഴും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്ന് ഈ സംസ്ഥാനത്തെ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ഹൈക്കമാൻഡ്, അതായത് AICCയുടെ ജനറൽ സെക്രട്ടറി, പ്രിയങ്കരിയായിട്ടുള്ള AICC ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ദീപാദാസ് മുൻഷിയും പറഞ്ഞു ഹൈക്കമാൻഡിന് മുമ്പിലും ഇത്തരം ഒരു പരാതി വന്നിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ മുമ്പിൽ ഈ പരാതി വന്നിരിക്കുന്നത് ഈ റിനി ഈ പറയുന്ന പ്രസ്താവന നടത്തിയതിന് ശേഷമാണ്. അതിനുശേഷം ആ പരാതി വന്നതിന് ശേഷം ഞങ്ങൾ നടപടിയെടുത്തു. 24 മണിക്കൂർ നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് എടുത്തു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഗീർവാണമല്ല, അത് വെറുതെ ഫോഷ്കിന് പറയുന്ന മേമ്പൊടിയല്ല, ആളാകാൻ വേണ്ടി പറയുന്നതല്ല, അത് സത്യമാണ്. അതാണ് സത്യം. അതിനു മുമ്പ് പരാതി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തള്ളിക്കളയേണ്ട കാര്യമില്ല. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ എടുക്കുന്നതിന് ഏതാണ്ട് 1-2 ആഴ്ച മുമ്പ് ഓൺലൈൻ മാധ്യമങ്ങൾ അവിടെയും ഇവിടെയൊക്കെയായി ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല. പക്ഷേ മെയിൻ സ്ട്രീമിലേക്ക് ഒരു പരാതിക്കാരി വന്നു, അപ്പോഴാണല്ലോ അദ്ദേഹം ഈ പറയുന്ന ഡയലോഗ് പറഞ്ഞു എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. പരാതിപ്പെട്ടു, പക്ഷേ ഹൂ കേസ് എന്നായിരുന്നു നിലപാടെന്ന്. അല്ല പരാതിപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, ഹൂ കേസ് എന്ന് പറഞ്ഞു എന്ന്. ഇനി അവർ പരാതി കൊടുത്തെങ്കിൽ ആർക്കാണ് പരാതി കൊടുത്തതെന്ന് കൂടി പറയട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ നിഷാദ്. ഇന്നലെ ഞങ്ങളുടെ ഒരു MP പരാതിക്കാരിക്ക് ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഒരു കാര്യം പറയുന്നു പരാതിക്കാരിക്കെതിരായി. എന്നാൽ ഇന്ന് തന്നെ ഞങ്ങൾ ആ പാർട്ടി വളരെ കൃത്യമായി അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മാപ്പ് പറയണം, അത് തിരുത്തണമെന്ന്. CPMൽ അത് നടക്കുമോ? CPMൽ അത് നടന്നിട്ടുണ്ടോ? പരാതിയുമായി വന്ന പാവപ്പെട്ട നമ്മുടെ ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി ദേശാഭിമാനി പത്രം അവിഹിത കഥ എഴുതി വിട്ടത് അങ്ങ് മറന്നോ? ആ പത്രം ഒരു മാപ്പ് കുറിപ്പ് എഴുതി വിട്ടില്ലല്ലോ. ആ പത്രം ഈ പരാതിയുമായി വന്ന ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി അവിഹിത കഥ എഴുതി വിട്ട ദേശാഭിമാനി പത്രം മാപ്പ് പറഞ്ഞില്ല. ഇപ്പോൾ മറിയക്കുട്ടി ഇപ്പോൾ എവിടെയും ആയിക്കോട്ടെ, പക്ഷെ അവരൊരു വയോധികയായ സ്ത്രീയാണല്ലോ. അവരെ പറ്റി എഴുതി വിട്ടതിനും പറഞ്ഞതിനും കണക്കുണ്ടോ? അത് രണ്ടാമത്തെ ചോദ്യം. കെ ഷാനിബ്, ഇദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം എന്ന നിലയ്ക്കുള്ള രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടിയുമായിട്ട് DYFI മുന്നോട്ട് പോവുകയാണോ? കൊല്ലത്തടക്കം അദ്ദേഹം വന്നാൽ ഈ പറയുന്ന പ്രതിഷേധം അദ്ദേഹം നേരിടേണ്ടി വരുമോ? തീർച്ചയായും ഞങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ട അയാളെ ജനപ്രതിനിധിയായി ഇരുത്തുന്നതിൽ എന്ത് ന്യായം എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്.
കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കേട്ട ഓഡിയോയും നമ്മൾ കേട്ട വാർത്തകളും നമ്മൾ കേട്ട പെൺകുട്ടികളുടെ പ്രതികരണങ്ങളും ഒക്കെ ഞെട്ടിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല വസന്തനെ പോലെ ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞു എല്ലാവരും ഇതിനെ ആരും ന്യായീകരിക്കാൻ നിന്നില്ല എന്ന് പറഞ്ഞു. വസന്ത് ഇവിടെ ന്യായീകരിക്കുന്നതായി എനിക്ക് തോന്നിയില്ല. അടുത്ത ഘട്ടത്തിൽ എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നടപടി ഉണ്ടാകും എന്നൊരു സൂചനയെങ്കിലും അദ്ദേഹം ഈ ചർച്ചയിൽ തന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റേ ബീഹാറിൽ നിന്ന് നേരെ ഇവിടെ വന്ന് പിന്നെ ബാംഗ്ലൂർ വഴി കേരളത്തിൽ വന്ന ഷാഫി പറമ്പിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു എന്ന നിലയിൽ അയാളെ ന്യായീകരിക്കാനുള്ള ശ്രമവും പഴയ കുറെ കേസുകളും ഒക്കെ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പഴയ കേസുകളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വിഷയത്തിൽ ആ പെൺകുട്ടി അവൾ ഇപ്പോഴും ഇരുട്ടിലാണ്. ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല. പഴയ കാര്യങ്ങൾ പറയാനാണെങ്കിൽ വിൻസെന്റിന്റെ കേസ് പറയാം, എൽദോസിന്റെ കേസ് പറയാം, സരിത നായർ KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞത് പറയാം, അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞത് പറയാം, ആര്യാട് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞത് പറയാം എന്ന് തുടങ്ങി അങ്ങനെ ഈ കേസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മലയാളത്തിലെ ഈ സ്പൈസി വിവാദങ്ങളിലെ നായികമാർ പറഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ പല കടകംപള്ളിയെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞത് പറയാം. അതെ വിൻസെന്റിനെ കുറിച്ചും എൽദോസിനെ കുറിച്ചും നിങ്ങൾ പറഞ്ഞ സ്പൈസി ക്യാരക്ടറാണോ പറഞ്ഞത്? അതുപോലെ അല്ല, അതുപോലെയുള്ള വിവാദമാണോ ഇത്? അതുപോലെയുള്ള സംഗതിയാണോ ഇത്? അല്ല അതുപോലെ അതിനെ സമീകരിക്കല്ലേ? അങ്ങനെയാണ് ഞാൻ തോമസ് ഐസക്കിനെ കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞ് ചോദിച്ചില്ലല്ലോ, ഞാൻ കടകംപള്ളിയെ കുറിച്ച് പറഞ്ഞ ചോദിച്ചില്ലല്ലോ, PC രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ ചോദിച്ചില്ലല്ലോ. അതിന് പെൺകുട്ടികൾ ഞങ്ങളുടെ അന്തസ്സിന് മേലെ ആക്രമണം നടത്തുന്ന ഒരാളെന്ന തെളിവുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണിത്. എൽദോസിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി പറഞ്ഞ പരാതിയല്ലേ? ഞാൻ അങ്ങനെ ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് നിങ്ങളുടെ നിലപാട് എൽദോസിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? എൽദോസിന്റെ കാര്യത്തിലുള്ള നിലപാടും നിങ്ങൾക്ക് ഇയാളുടെ കാര്യത്തിലുള്ള നിലപാടും എല്ലാം ആക്രമണോത്സുകമായ നിലപാടാണ്. പക്ഷെ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇല്ല എന്നുള്ള എന്റെ പോയിന്റ്. ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, അത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യേണ്ട ഘട്ടമല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ ഓരോരുത്തരായി പരാതി പറയാൻ തയ്യാറായി വരുമ്പോൾ അവരുടെ മൊറലിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അവർക്ക് പുറത്തു വരാൻ പോലും കഴിയാത്ത തരത്തിൽ ഈ വിഷയത്തെ ഇതൊക്കെ പണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്, അന്നാരും രാജിവെച്ചിട്ടില്ല എന്ന തരത്തിൽ ഇതിനെ ന്യായീകരിക്കാനും സമീകരിക്കാനും നിൽക്കരുത് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അതല്ലാതെ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാത്ത, അങ്ങനെയാണെങ്കിൽ മറ്റേ കേസിൽ എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടല്ല. ഞാൻ ഉറച്ചു പറയുന്നു, അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഇപ്പൊ ആ പെൺകുട്ടി 3.5 വർഷം മുമ്പ് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന റിനി എന്ന് പറയുന്ന പെൺകുട്ടി നമ്മളോട് ഞാൻ കഴിഞ്ഞ ദിവസം ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു. അപ്പൊ ആ കുട്ടി പറയുന്നത് ഈ മാസം ഫെബ്രുവരിയിൽ പോലും വീണ്ടും ആ കുട്ടിക്ക് മെസ്സേജ് അയക്കാണ്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ അതിനെ ചീത്ത പറഞ്ഞയച്ചയാൾ വീണ്ടും വന്ന് മെസ്സേജ് അയക്കുകയാണ്. അതേപോലെ ഇതിനെ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. അപ്പൊ അയാളെ MLA ആയി ആ അധികാര സ്ഥാനത്ത് തുടരാനും അയാൾ മാന്യനായതുകൊണ്ട് രാജിവെച്ചു എന്ന തരത്തിലൊക്കെ പറയുന്നത്, കോൺഗ്രസ് എത്രയോ മഹത്തായ ആളുകൾ ഇരുന്ന കസേരയിൽ എത്രയോ മഹത്തായ ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവായി ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് അവർക്കൊരു മോശമായി തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ ജനങ്ങളുടെ മേൽ അയാളെ ജനപ്രതിനിധിയായി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അതാര് നടത്തിയാലും, ഞാനൊരു പണ്ട് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണല്ലോ, ഞങ്ങൾ ഇയാളെ സ്ഥാനാർത്ഥിയാക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് വ്യക്തമായി പറഞ്ഞതാണ്. ഇങ്ങനെ പരാതികളുണ്ട്, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ടതിന് പകരം അയാളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരരുത് എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഷാഫി പറമ്പിലിന്റെ അടുത്ത് നിരവധി തവണ നേരിട്ട് പരാതി പറഞ്ഞ പെൺകുട്ടികളുണ്ട്. ആ പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാതെ എന്നോട് ഒരു യുവതി പറഞ്ഞു, ഞാൻ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞ് നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കാണൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് നേരിട്ട് പോയി രേഖാമൂലം പരാതി കൊടുത്തൊരു സംഭവം എന്റെ മുമ്പിലുണ്ട്. ഇപ്പോഴും ആ വിഷയത്തിൽ നടപടി എടുത്തിട്ടില്ല. ആ പെൺകുട്ടി ഇപ്പോഴും അത് തുറന്നു പറയണോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്.
അപ്പൊ ഇങ്ങനെ ഒരു മാഫിയ സംഘമായി ഈ ഷാഫി പറമ്പിലും VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ആ പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് ഓരോന്നായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഡൽഹിയിലേക്ക് പരാതി പോയത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധിക്കണം എന്ന നിലയിലുള്ള പരാതികൾ കൂടി ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. വസന്ത് ചിലപ്പോൾ നിഷേധിക്കുമായിരിക്കും. വരും ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും. അങ്ങനെ ഒരു മാഫിയ സംഘമായി പ്രവർത്തിക്കുന്നു. അതിന് VD സതീശനെ കൂടി അതിൽ ഉൾപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായതിനു ശേഷം ഇത്തരം ആളുകളെ ഇനിയും വളർത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് VD സതീശൻ എത്തുമ്പോഴും ഈ പറയുന്ന ഷാഫി പറമ്പിൽ വന്നിട്ട് പറയുന്നു അയാൾ മാന്യനായതുകൊണ്ട് അയാളുടെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ രാജിവെച്ചു, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇത്രയും ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തല ഉയർത്തിപ്പിടിച്ച് നാളെ വീടുകളിൽ പോയി വോട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സഭയ്ക്കകത്ത് കയറി ഭരണപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ കൂടെ ഇരിക്കാൻ ഈ പാലക്കാട് MLA പറ്റുമോ? അല്ല, നോക്കൂ, ഞാൻ വളരെ കൃത്യമായി അത് പറഞ്ഞത് ഞങ്ങൾ ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുൻ കോൺഗ്രസ്സുകാരനായ AK ഷാനിബിന് കൂടി, എൻ്റെ സഹപ്രവർത്തകനാണ്, ഞങ്ങൾ എത്രയോ കാലങ്ങളായി അറിയാവുന്നവരാണ്, ശ്രീ AK ഷാനിബിന് കൂടി അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ, ഞാൻ പണ്ട് കോൺഗ്രസ്സിലായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഈ പാർട്ടി പോകും. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു വ്യക്തത വേണം. ആ വ്യക്തത വരുത്താനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണല്ലോ ഗാന്ധി പോലും പറഞ്ഞത്, എത്ര കുറ്റവാളി രക്ഷപ്പെട്ടാലും നിരപരാധിയാവാൻ സാധ്യതയുള്ള ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നത് കൂടി പരിഗണിക്കുക എന്നത് കോൺഗ്രസ് എന്ന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇനി അങ്ങ് ചോദിച്ചതും ഷാനിബ് പറഞ്ഞതുമായ ചില പ്രതിഷേധങ്ങളുണ്ടല്ലോ, കൊല്ലത്തെത്തിയാൽ, പാലക്കാട് എത്തിയാൽ, നിയമസഭയിലെത്തിയാൽ എന്നൊക്കെ, ഞാൻ അദ്ദേഹത്തെയും ഷാനിബിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം നടത്തണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിൽ അദ്ദേഹം വരുമ്പോഴോ മാർച്ച് ചെയ്യണം. എന്നിട്ട് ആ മാർച്ചിൻ്റെ ഉദ്ഘാടനം കൊല്ലം MLA ശ്രീ M മുകേഷിനെ, ആ മാർച്ചിൻ്റെ വിഷയാവതരണം അല്ലെങ്കിൽ മുഖ്യ പ്രഭാഷണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ P ശശിയെയും, അതിൻ്റെ ആശംസ പറയാൻ വേണ്ടി PK ശശിയെയും, കൃതജ്ഞത പറയാൻ വേണ്ടി ഗോപി കോട്ടപ്പുറക്കലിനെയും വിളിച്ചാൽ മതി. ഈ ചർച്ചയിൽ ഒരു വിളിച്ചോളൂ, അവരെ കൂടി വിളിക്കൂ. എല്ലാ പൊറവോട്ടുകളും തുറന്നു കാട്ടപ്പെടണം എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. ഒരു പീഡകനും രക്ഷപ്പെടാൻ പാടില്ല. എല്ലാവരും വരട്ടെ. അപ്പൊ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ പോലീസ് എന്ത് നിലപാടെടുത്തു, ഏതൊക്കെ പരാതിക്കാർക്ക് നിങ്ങളുടെ പോലീസിൽ വിശ്വാസമുണ്ട്, പോലീസ് നിലപാടെടുത്ത ശേഷവും വനിതാ കമ്മീഷന്റെ അധ്യക്ഷ, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലിരിക്കുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ നേരിട്ട് എന്ത് നിലപാടെടുത്തു എന്നൊക്കെ ജനം ചർച്ച ചെയ്യട്ടെ. ഞങ്ങളാരും ഈ പറയുന്ന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ ഒന്നും അല്ലല്ലോ സംരക്ഷിച്ച് പിടിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. നിങ്ങളുടെ പിണറായി വിജയന്റെ ബഹുമാനപ്പെട്ട എന്നാലും നടപടികളിലേക്ക് കടന്നു എന്ന് പറയുന്നു ശ്രീ വസന്ത്. അല്ല, MP ചെക്കുട്ടി, ഇത് ഷാഫി പറമ്പിലിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. ഷാഫി പറമ്പിൽ കോൺഗ്രസിനകത്ത് അസാധാരണമായ ഒരു വളർച്ച പ്രകടമാക്കിയ നേതാവും ആ നിലയ്ക്ക് സ്വീകാര്യത പുറത്തുള്ള ഒരാളുമാണ്. അദ്ദേഹത്തിന് താൻ വിചാരിച്ച ഒരാളെ താൻ വിചാരിച്ച മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയും വിധത്തിൽ ശക്തനായി മാറാൻ കഴിഞ്ഞു എന്ന് കണ്ടു. പല DCCയുടെ പോലും പ്രതിഷേധത്തെ, വിയോജിപ്പുകളെ മറികടന്നുകൊണ്ട് ആ നിലയ്ക്ക് അദ്ദേഹം വളരുകയായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു MLA ഉണ്ടെന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് പോലും രൂപപ്പെട്ടു വന്നെന്ന് വേണേൽ കരുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിനും ഒരു ഷാഡോ വന്ന സന്ദർഭമാണോ ഇത്? അതിനെ ഷാഫിക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? അല്ല, ഷാഫിയുടെ മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അത് ആക്സെപ്റ്റബിളായിട്ട് തോന്നിയില്ല. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ പറയുക, ഇരയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെയൊക്കെ കാര്യത്തിൽ ഇരയുടെ കൂടെ നിൽക്കാനുള്ള ഉത്തരവാദിത്വം, സാമൂഹിക ബോധ്യമുള്ള, സാമൂഹിക ഉത്തരവാദിത്വമുള്ള എല്ലാവർക്കും ഉണ്ട്. ആ തരത്തിലുള്ള ഒരു സമീപനമല്ല ഷാഫി എടുത്തുള്ളൊരു ഫീലിംഗ് എനിക്കുള്ളത്. അതിൻ്റെ ഡാമേജ് തീർച്ചയായും കേരളീയ സമൂഹത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളീയ സമൂഹത്തിൽ വളരെ കടുത്ത നീതിബോധമുള്ള ഒരു സമൂഹമാണ് കേരളത്തിലേത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന സമൂഹമാണ് കേരളത്തിലുള്ളത്. അവർക്ക് ദീർഘകാലത്തൊരു മെമ്മറിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സ്വന്തം വേണ്ടപ്പെട്ട ആളാണ് എന്നൊറ്റ കാരണം കൊണ്ട് ആരെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് അവർ വലിയ വില കൊടുക്കേണ്ടി വരും. അത് സതീശന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാടിനെ ഞാൻ പിന്തുണയ്ക്കുന്നു. ശരി, സതീശന്റെ നിലപാടിനൊപ്പം പാർട്ടി ഒന്നാകെ വരുമോ, അല്ലെങ്കിൽ അടുത്ത ഘട്ട നടപടി വേഗത്തിലാകുമോ എന്നാണ് നമ്മൾ ഇനി ഉറ്റുനോക്കുന്ന കാര്യം. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു, CNP ചെക്കുട്ടി.